വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. യൂദത്തിന്റെ പുസ്തകം 7-ാം അധ്യായം. അടുത്ത ദിവസം ഹോളോഫർണസ് തന്റെ സൈന്യം മുഴുവനോടും തന്നോട് സഖ്യത്തിലായിരുന്ന തന്റെ ജനം മുഴുവനോടും പാളയം വിട്ട് ബത്തൂലിയായ്ക്കെതിരെ നീങ്ങാനും മലമ്പ്രദേശത്തേക്കുള്ള പാതകൾ പിടിച്ചെടുക്കാനും ഇസ്രായേലിയർക്കെതിരെ യുദ്ധം ചെയ്യാനും കൽപ്പിച്ചു. അന്നു തന്നെ അവരുടെ പോരാളികളെല്ലാം പാളയം വിട്ട് മുന്നേറി. 170,000 കാലാൾപ്പടയ്ക്കും 12,000 കുതിരപ്പടയാളികൾക്കും പുറമെ സാധന സാമഗ്രികൾ വഹിക്കുന്ന വളരെ വലിയ ഒരു ഗണം കാൽനടക്കാരായ മനുഷ്യരും അടങ്ങിയതായിരുന്നു അവരുടെ സൈന്യം. ബത്തൂലായിക്ക് സമീപമുള്ള താഴ്വരയിൽ അരുവിയുടെ കരയിൽ അവർ പാളയമടിച്ചു. അവർ ദോധാനിൽ ബാൽബയും വരെ വീതിയിലും ബത്തൂലിയ മുതൽ എസ്ദ്രായേലോണിന് അഭിമുഖമായുള്ള ക്യാമോൺ വരെ നീളത്തിലും വ്യാപിച്ചു. ഇസ്രായേല്യർ അക്കൂട്ടരുടെ ബാഹുല്യം കണ്ടപ്പോൾ ഏറെ അസ്വസ്ഥരായി. അവർ പരസ്പരം പറഞ്ഞു, ഇതാ ഇവർ സർവ്വദേശത്തിന്റെയും മുഖം നക്കി തുടയ്ക്കും. ഉയർന്ന മലകൾക്കോ താഴ്വരകൾക്കോ കുന്നുകൾക്കോ ഇവരുടെ ഭാരം താങ്ങാനാവില്ല. പിന്നീട് ഓരോരുത്തരും തങ്ങളുടെ യുദ്ധസാമഗ്രികൾ എടുത്ത് തങ്ങളുടെ ഗോപുരങ്ങളിൽ ആഴികൂട്ടി രാത്രി മുഴുവൻ കാവൽ നിന്നു. 2-ാം ദിവസം ഹോളോഫർണസ് ബത്തൂലിയായിലെ ഇസ്രായേല്യർ നോക്കി നിൽക്കെ തന്റെ കുതിരപ്പടയെ മുഴുവൻ പുറത്തേക്ക് നയിച്ചു. അവൻ നഗരത്തിലേക്കുള്ള വഴികൾ പരിശോധിക്കുകയും ജലസ്രോതസ്സുകൾ കണ്ടെത്തി അവ പിടിച്ചെടുക്കുകയും അതിന് യുദ്ധസജ്ജരായ ആളുകളെ കാവൽ നിർത്തുകയും ചെയ്തു. അനന്തരം അവൻ തന്റെ സൈന്യത്തിന്റെ അടുക്കലേക്ക് മടങ്ങി. ഏസാവിന്റെ സന്തതികളുടെ എല്ലാ നേതാക്കന്മാരും മോവാബ് ജനതയുടെ തലവന്മാരും തീരപ്രദേശത്തെ സൈന്യാധിപന്മാരും അവനെ സമീപിച്ചു പറഞ്ഞു, ഞങ്ങളുടെ പ്രഭു, നിന്റെ സൈന്യത്തിന് നാശമുണ്ടാകാതിരിക്കേണ്ടതിന് ഒരു കാര്യം ശ്രവിച്ചാലും. എന്തെന്നാൽ ഈ ഇസ്രായേല്യർ ആശ്രയം വെച്ചിരിക്കുന്നത് അവരുടെ കുന്തങ്ങളിലല്ല, പ്രത്യുത തങ്ങൾ വസിക്കുന്ന മലകളുടെ ഉയരങ്ങളിലാണ്. അവരുടെ മലകളുടെ ഉയരങ്ങളിൽ എത്തിപ്പെടുക എളുപ്പമല്ല. അതിനാൽ പ്രഭു, യുദ്ധമുഖത്ത് ചെയ്യാറുള്ളത് പോലെ അവരോട് യുദ്ധം ചെയ്യരുത്. അങ്ങനെയായാൽ നിന്റെ സൈന്യത്തിൽ നിന്ന് ഒരാളും വീഴുകയില്ല. നിന്റെ സൈന്യത്തിലെ ഓരോ പടയാളിയെയും നിന്റെ കൂടെ തന്നെ കാത്തുകൊണ്ട് നീ നിന്റെ പാളയത്തിൽ തന്നെ ആയിരിക്കുക. മലയുടെ അടിവാരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന അരുവിയുടെ മേൽനോട്ടം ഈ ദാസന്മാർക്ക് വിടുക. അവിടെ നിന്നാണല്ലോ ബത്തൂലിയായിൽ വസിക്കുന്നവരെല്ലാം ജലം ശേഖരിക്കുന്നത്. അങ്ങനെ ദാഹം അവരെ ഗ്രസിക്കുകയും അവർ തങ്ങളുടെ നഗരം വിട്ടൊഴിയുകയും ചെയ്യും. അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ ആളുകളും സമീപത്തുള്ള മലകളുടെ മുകളിലേക്ക് പോകാം. ആ നഗരത്തിൽ നിന്ന് ഒരാളും പുറത്തേക്ക് പോകാതിരിക്കാൻ തക്കവിധം ഞങ്ങൾ അവിടെ പാളയമടിച്ച് കാവൽ നിൽക്കാം. അവരും അവരുടെ ഭാര്യമാരും അവരുടെ കുഞ്ഞുങ്ങളും ക്ഷാമത്താൽ വെന്തുരുകും. വാൾ അവരുടെ മേൽ എത്തുന്നതിന് മുൻപേ അവർ വസിക്കുന്ന തെരുവുകളിൽ അവരുടെ മൃതദേഹങ്ങൾ ചിതറിക്കിടക്കും. നീ അവരോട് അങ്ങനെ കഠിനമായി പ്രതികാരം ചെയ്യും. കാരണം അവർ നിന്നെ ധിക്കരിക്കുകയും നിന്നെ സമാധാനത്തോടെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തു. ഹോളോഫർണസിന്റെയും അവന്റെ സേവകന്മാരുടെയും മുൻപിൽ ഈ വാക്കുകൾ പ്രീതികരമായി. അവർ പറഞ്ഞതുപോലെ ചെയ്യാൻ അവൻ കൽപ്പിച്ചു. അങ്ങനെ അമ്മോന്യരുടെ സൈന്യം മുൻപോട്ട് നീങ്ങി. അവരോടൊപ്പം അസീറിയക്കാരുടെ 5000 ഭടന്മാരും. അവർ താഴ്വരയിൽ പാളയമടിക്കുകയും ഇസ്രായേല്യരുടെ ജലവും ജലസ്രോതസ്സുകളും കൈവശപ്പെടുത്തുകയും ചെയ്തു. ഏസാവിന്റെ സന്തതികളും അമ്മോന്യരും മുകളിലേക്ക് നീങ്ങി ദോധാനെതിരെയുള്ള മലനാട്ടിൽ പാളയമടിച്ചു. അവരിൽ ചിലരെ തെക്കോട്ടും കിഴക്ക് മോക്മൂർ അരുവിയുടെ കരയിൽ കൂസിക്ക് സമീപം അക്രാബായിലേക്കും അവർ അയച്ചു. ബാക്കി അസീറിയൻ സൈന്യം സമതലത്തിൽ പാളയമടിക്കുകയും ആ ദേശത്തിന്റെ പ്രതലമാകെ മൂടുകയും ചെയ്തു. അവരുടെ കൂടാരങ്ങളും സാധന സാമഗ്രികളും അതിനെ ബൃഹത്തായ ഒരു പാളയമാക്കി മാറ്റി. അവർ വളരെ വലിയ ഒരു ഗണമായിരുന്നു. ഇസ്രായേല്യർ തങ്ങളുടെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു.
എന്തെന്നാൽ അവരുടെ മനോധൈര്യം നഷ്ടപ്പെട്ടിരുന്നു. അവരുടെ ശത്രുക്കളെല്ലാം അവരെ വലയം ചെയ്തിരുന്നു. അവർക്ക് അവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമൊന്നുമില്ലായിരുന്നു. കാലാൾപ്പട, തേരുകൾ, കുതിരപ്പട എന്നിവ ഉൾപ്പെടുന്ന അസീറിയൻ സൈന്യം മുഴുവനും 34 ദിവസം അവരെ ഉപരോധിച്ചു. അപ്പോൾ ബത്തൂലിയായിൽ വസിച്ചിരുന്ന എല്ലാവരുടെയും ജലസംഭരണ പാത്രങ്ങളെല്ലാം ശൂന്യമായി. ജലസംഭരണികൾ വറ്റിവരണ്ടു. ഒരു ദിവസത്തേക്ക് പോലും തൃപ്തിയാവോളം കുടിക്കാൻ അവർക്ക് വെള്ളമില്ലാതായി. അവർക്ക് കുടിക്കാൻ കൊടുത്തിരുന്നത് അളന്നാണ്. അവരുടെ കുഞ്ഞുങ്ങൾ ആശയറ്റവരായി. സ്ത്രീകളും യുവജനങ്ങളും നഗരവീഥികളിലും പടിവാതിലുകളിലും ദാഹം മൂലം തളർന്നു വീണു. അല്പം പോലും ശക്തി അവരിൽ അവശേഷിച്ചില്ല. അപ്പോൾ ജനമെല്ലാം, യുവാക്കളും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ, ഉസിയായുടെയും നഗരാധിപന്മാരുടെയും പക്കൽ ഒരുമിച്ചുകൂടി ഉച്ചത്തിൽ നിലവിളിച്ചു. ശ്രേഷ്ഠന്മാരുടെ എല്ലാം സാന്നിധ്യത്തിൽ അവർ പറഞ്ഞു, നിങ്ങൾക്കും ഞങ്ങൾക്കും മധ്യേ ദൈവം വിധി പറയട്ടെ. അസീറിയക്കാരോട് സമാധാന സഖ്യം ചെയ്യാതിരുന്ന നിങ്ങൾ ഞങ്ങളോട് വലിയ അനീതിയാണ് ചെയ്തത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു സഹായവുമില്ല. ദാഹത്താലും കൊടിയ നാശത്താലും അവരുടെ മുൻപിൽ നിലത്ത് ചിതറിക്കപ്പെടും വിധം ദൈവം ഞങ്ങളെ അവരുടെ കൈകളിലേക്ക് വിട്ടിരിക്കുകയാണ്. ഉടനെ ഹോളോഫർണസിന്റെ ജനത്തെയും സൈന്യം മുഴുവനെയും വിളിച്ചു വരുത്തി കൊള്ളയടിക്കാനായി നഗരം മുഴുവൻ അവർക്ക് അടിയറ വയ്ക്കുവേൻ. എന്തെന്നാൽ അവരുടെ ഇരയായിരിക്കുന്നതായിരിക്കും ഞങ്ങൾക്ക് ഭേദം. കാരണം അടിമകളായാലും ഞങ്ങളുടെ ജീവൻ രക്ഷിക്കപ്പെടുമല്ലോ. ഞങ്ങളുടെ ശിശുക്കളുടെ മരണവും ഞങ്ങളുടെ സ്ത്രീകളും കുട്ടികളും അന്ത്യശ്വാസം വലിക്കുന്നതും ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണേണ്ടല്ലോ. ഞങ്ങളുടെ പാപങ്ങൾക്കനുസരിച്ചും ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാപങ്ങൾക്കനുസരിച്ചും ഞങ്ങളെ ശിക്ഷിക്കുന്ന ഞങ്ങളുടെ ദൈവത്തെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെ കർത്താവിനെയും സ്വർഗത്തെയും ഭൂമിയെയും ഞങ്ങൾ നിങ്ങൾക്കെതിരെ സാക്ഷ്യത്തിനായി വിളിക്കുന്നു. അങ്ങനെ ഈ വാക്കുകൾ അനുസരിച്ച് അവിടുന്ന് ഇന്ന് തന്നെ പ്രവർത്തിക്കാതിരിക്കട്ടെ. സമൂഹം മുഴുവനിൽ നിന്നും ഏകസ്വരത്തിൽ വലിയ വിലാപമുയർന്നു. അവർ ദൈവമായ കർത്താവിനെ ഉച്ചസ്വരത്തിൽ വിളിച്ചപേക്ഷിച്ചു. ഉസിയ അവരോട് പറഞ്ഞു, സഹോദരരെ, ധൈര്യമായിരിക്കുവേൻ. 5 ദിവസം കൂടി നമുക്ക് പിടിച്ചു നിൽക്കാം. അതിനിടയിൽ നമ്മുടെ ദൈവമായ കർത്താവ് അവിടുത്തെ കൃപ വീണ്ടും നമ്മുടെ മേൽ ചൊരിയും. അവിടുന്ന് നമ്മെ പൂർണ്ണമായും ഉപേക്ഷിക്കുകയില്ല. എന്നാൽ ഈ ദിനങ്ങൾ കടന്നു പോവുകയും നമുക്ക് സഹായം വരാതിരിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കാം. അനന്തരം അവൻ ജനത്തെ അവരവരുടെ സ്ഥാനത്തേക്ക് പറഞ്ഞുവിട്ടു. അവർ തങ്ങളുടെ നഗരത്തിന്റെ മതിലുകളിലേക്കും ഗോപുരങ്ങളിലേക്കും പോയി. അവൻ സ്ത്രീകളെയും കുട്ടികളെയും അവരുടെ വീടുകളിലേക്ക് അയച്ചു. നഗരത്തിലുള്ളവർ വലിയ നൈരാശ്യത്തിലായിരുന്നു. യൂദത്തിന്റെ പുസ്തകം 8-ാം അധ്യായം. ആ ദിവസങ്ങളിൽ മെറാറിയുടെ മകളായിരുന്ന യൂദിത്ത് ഇക്കാര്യങ്ങൾ കേട്ടു. മെറാറിയുടെ പൂർവികർ തലമുറ ക്രമത്തിൽ ഇവരായിരുന്നു: ഓഗ്സ്, ജോസഫ്, ഒസിയേൽ, എൽക്കിയ, അനനിയാസ്, ഗിദെയോൻ, റഫായിം, അഹിത്തൂബ്, ഏലിയാബ്, ഹിൽക്കിയ, എലിയാബ്, നഥാനയേൽ, സലാമിയേൽ, സരസദായ്, ഇസ്രായേൽ. അവളുടെ ഗോത്രത്തിലും പിതൃകുടുംബത്തിലും പെട്ട അവളുടെ ഭർത്താവ് മനാസെ ബാർലി കൊയ്ത്ത് കാലത്ത് മരണമടഞ്ഞിരുന്നു. അവൻ പാടത്ത് കച്ചകെട്ടുന്നവർക്ക് മേൽനോട്ടം വഹിക്കുകയായിരുന്നു. അപ്പോൾ തലയിൽ പൊള്ളുന്ന ചൂടേറ്റ് അവൻ ശയ്യാവലംബിയായി. സ്വന്തം നഗരമായ ബത്തൂലിയായിൽ വെച്ച് അവൻ മരണമടഞ്ഞു. അവർ അവനെ ദോഥാനും ബാലാമോനും മധ്യേയുള്ള വയലിൽ അവന്റെ പിതാക്കന്മാരോടുകൂടെ സംസ്കരിച്ചു. വിധവയായി യൂദിത്ത് 3 കൊല്ലവും 4 മാസവും തന്റെ ഭവനത്തിൽ വസിച്ചു. അവൾ തന്റെ ഭവനത്തിനു മുകളിൽ തനിക്കായി ഒരു കൂടാരം നിർമ്മിച്ചു. അവൾ അരയിൽ ചാക്കു ചുറ്റുകയും തന്റെ വൈധവ്യത്തിന്റെ വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്തിരുന്നു. തന്റെ വൈധവ്യത്തിന്റെ ദിനങ്ങളിൽ സാബത്തിന്റെ തലേനാളും സാബത്തിലും, അമാവാസിയുടെ തലേനാളും അമാവാസിയിലും, ഉത്സവ ദിനങ്ങളിലും, ഇസ്രായേൽ ഭവനത്തിന്റെ ആഹ്ലാദ ദിനങ്ങളിലും ഒഴികെ മറ്റെല്ലാ ദിവസവും അവൾ ഉപവാസം അനുഷ്ഠിച്ചിരുന്നു. അവൾ കാഴ്ചയിൽ സുന്ദരിയും ഏറെ മുഖശോഭയുള്ളവളുമായിരുന്നു. അവളുടെ ഭർത്താവായ മനാസെ
അവൾക്ക് സ്വർണവും വെള്ളിയും വയലുകളും ദാസീദാസന്മാരെയും കന്നുകാലികളെയും അവശേഷിപ്പിച്ചിരുന്നു. അവൾ അവ പരിപാലിച്ചു പോന്നു. അവൾക്ക് ഏറെ ദൈവഭയം ഉണ്ടായിരുന്നതിനാൽ ആരും അവൾക്കെതിരായി ഒരു പാഴ്വാക്കും പറഞ്ഞിരുന്നില്ല. ജലക്ഷാമം കൊണ്ട് തളർന്ന ജനത്തിന്റെ ഭരണാധികാരികൾക്കെതിരെയുള്ള നീചമായ വാക്കുകൾ യൂദത്ത് കേട്ടു. 5 ദിവസം കഴിഞ്ഞ് നഗരം അസീറിയായ്ക്ക് കൈമാറാമെന്ന് ഉസ്സിയ അവരോട് ആണയിട്ട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവൾ കേട്ടു. തനിക്കുണ്ടായിരുന്നവയുടെ എല്ലാം മേൽനോട്ടക്കാരിയായിരുന്ന തന്റെ വിശ്വസ്ത ദാസിയെ അയച്ച് അവൾ നഗരശ്രേഷ്ഠന്മാരായ കാബ്രിസിനെയും കാർമിസിനെയും വിളിപ്പിച്ചു. തന്റെ പക്കൽ അവർ വന്നപ്പോൾ അവൾ അവരോട് പറഞ്ഞു, ബത്തൂലിയായിൽ വസിക്കുന്നവരുടെ ഭരണകർത്താക്കളെ, ഇപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുവിൻ. ഈ ദിവസം നിങ്ങൾ ജനത്തോട് പറഞ്ഞ കാര്യം ശരിയായില്ല. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ കർത്താവ് നിങ്ങളുടെ സഹായത്തിനായി തിരിയാത്ത പക്ഷം നഗരം നമ്മുടെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാമെന്ന് നിങ്ങൾ ദൈവത്തെയും നിങ്ങളെയും സാക്ഷിയാക്കി ആണയിട്ട് പറഞ്ഞു. ഈ ദിവസം ദൈവത്തെ പരീക്ഷിക്കുകയും മനുഷ്യരുടെ മുൻപിൽ ദൈവത്തിന്റെ സ്ഥാനത്ത് നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ആരാണ്? സർവശക്തനായ കർത്താവിനെയാണ് നിങ്ങൾ പരീക്ഷിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഒരിക്കലും ഒന്നും മനസ്സിലാക്കുകയില്ല. മനുഷ്യഹൃദയത്തിന്റെ ആഴം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. അവന്റെ മനസ്സിന്റെ വ്യാവഹാരങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കാനുമാവുകയില്ല. എന്നിട്ടും ഇവയെല്ലാം സൃഷ്ടിച്ച ദൈവത്തെ പരീക്ഷിക്കാമെന്നും അവിടുത്തെ മനസ്സ് കാണാമെന്നും ചിന്ത മനസ്സിലാക്കാമെന്നും വിചാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? സഹോദരന്മാരെ, നമ്മുടെ ദൈവമായ കർത്താവിനെ ഒരു വിധത്തിലും പ്രകോപിപ്പിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഈ 5 ദിവസത്തിനകം നമ്മുടെ സഹായത്തിന് വരാൻ അവിടുത്തേക്ക് ഇഷ്ടമില്ലെങ്കിൽ തന്നെയും തനിക്കിഷ്ടമുള്ള ഏത് സമയത്തും നമ്മെ രക്ഷിക്കാനോ നമ്മുടെ ശത്രുക്കളുടെ മുൻപാകെ നമ്മെ നശിപ്പിക്കാനോ അവിടുത്തേക്ക് അധികാരമുണ്ട്. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ലക്ഷ്യങ്ങൾ നിയന്ത്രിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഭീഷണിക്ക് വിധേയനാകാൻ ദൈവം മനുഷ്യനെ പോലെയല്ല. തർക്കിച്ച് കീഴടക്കപ്പെടാൻ അവിടുന്ന് മനുഷ്യപുത്രനെ പോലെയുമല്ല. അതിനാൽ അവിടുത്തെ മുൻപിൽ രക്ഷയ്ക്കായി നാം കാത്തിരിക്കുമ്പോൾ നമ്മുടെ സഹായത്തിനായി നമുക്ക് അവിടുത്തെ വിളിച്ചപേക്ഷിക്കാം. അവിടുത്തേക്ക് പ്രീതികരമെങ്കിൽ അവിടുന്ന് നമ്മുടെ സ്വരം ശ്രവിക്കും. പണ്ടത്തെ പോലെ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ദേവന്മാരെ ആരാധിച്ച ഒരു ഗോത്രമോ പിതൃകുടുംബമോ ജനതയോ നഗരമോ നമ്മുടെ തലമുറകളിലോ ഇക്കാലത്തോ നമ്മുടെ ഇടയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. മുൻപ് നമ്മുടെ പിതാക്കന്മാർ വാളിനിരയായതും കവർച്ച ചെയ്യപ്പെട്ടതും നമ്മുടെ ശത്രുക്കളുടെ മുൻപിൽ വലിയ അനർത്ഥങ്ങൾ അനുഭവിച്ചതും അക്കാരണത്താലാണ്. എന്നാൽ നാം അവിടുത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തതിനാൽ അവിടുന്ന് നമ്മെയോ നമ്മുടെ വംശത്തെയോ അവഗണിക്കുകയില്ലെന്ന് നാം പ്രത്യാശിക്കുന്നു. നമ്മൾ കീഴടക്കപ്പെടുകയാണെങ്കിൽ യൂദയ മുഴുവൻ കീഴടക്കപ്പെടുകയും നമ്മുടെ വിശുദ്ധ സ്ഥലം കൊള്ളയടിക്കപ്പെടുകയും ചെയ്യും. അത് അശുദ്ധമാക്കിയതിന്റെ കുറ്റം അവിടുന്ന് നമ്മുടെ രക്തത്തിന്മേൽ ചുമത്തുകയും ചെയ്യും. നമ്മുടെ സഹോദരന്മാർ കൊല്ലപ്പെട്ടതിൻ്റെയും നാടിന്റെ ബന്ധനത്തിന്റെയും നമ്മുടെ പൈതൃകാവകാശം നഷ്ടപ്പെട്ടതിന്റെയും ഉത്തരവാദിത്വം ജനതകളുടെ ഇടയിൽ നാം അടിമവേല ചെയ്യുമ്പോൾ അവിടുന്ന് നമ്മുടെ ശിരസിൽ ചുമത്തും. നമ്മെ കീഴടക്കുന്നവരുടെ ദൃഷ്ടിയിൽ നമ്മൾ അപകീർത്തിതരും പരിഹാസ്യരുമാകും. ആകയാൽ നമ്മുടെ അടിമത്തം നന്മയിലേക്ക് നയിക്കുന്നതായിരിക്കുകയില്ല. നമ്മുടെ ദൈവമായ കർത്താവ് അതിനെ നമ്മുടെ അപമാനത്തിന് കാരണമാക്കും. അതിനാൽ സഹോദരന്മാരെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ സഹോദരർക്ക് ഒരു മാതൃക കാട്ടാം. അവരുടെ ജീവൻ നമ്മെ ആശ്രയിച്ചിരിക്കുന്നു. വിശുദ്ധ സ്ഥലവും ആലയവും ബലിപീഠവും നമ്മളാൽ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണെങ്കിലും നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് നന്ദി പറയാം. എന്തെന്നാൽ അവിടുന്ന് നമ്മുടെ പിതാക്കന്മാരെ എന്ന പോലെ നമ്മെയും പരിശോധിക്കുന്നു. അവിടുന്ന് അബ്രാഹത്തോട് ചെയ്തതും ഇസഹാക്കിനെ പരീക്ഷിച്ചതും തന്റെ മാതൃ സഹോദരനായ ലാബാന്റെ ആടുകളെ മേയ്ക്കുമ്പോൾ സിറിയയിലെ മെസൊപ്പൊട്ടാമിയയിൽ വെച്ച് യാക്കോബിന് സംഭവിച്ചതും നിങ്ങൾ ഓർക്കുക. അവരുടെ ഹൃദയത്തെ പരീക്ഷിക്കാനായി അവിടുന്ന് അവരോട് ചെയ്തതുപോലെ നമ്മെ അഗ്നിശോധനയ്ക്ക് വിധേയമാക്കുകയോ നമ്മോട് പ്രതികാരം ചെയ്യുകയോ ചെയ്തിട്ടില്ല. എന്നാൽ
കർത്താവ് തന്നോട് അടുപ്പമുള്ളവരെ മുന്നറിയിപ്പ് എന്നതുപോലെ പ്രഹരിക്കുന്നു. അപ്പോൾ ഉസ്സിയ അവളോട് പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം ഹൃദയ നന്മയാൽ പറഞ്ഞതാണ്. ആർക്കും നിന്റെ വാക്കുകളെ എതിർക്കാനാവുകയില്ല. ഇന്നാദ്യമായല്ല നിന്റെ ജ്ഞാനം വെളിപ്പെടുന്നത്. നിന്റെ ഹൃദയത്തിന്റെ ഭാവം ശുദ്ധമായതിനാൽ ജനമെല്ലാം ആദ്യം മുതലേ നിന്റെ കാഴ്ചപ്പാട് അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ ദാഹവിവശരായ ജനം ഞങ്ങൾ അവരോട് പറഞ്ഞതുപോലെ ചെയ്യാൻ ഞങ്ങളെ നിർബന്ധിച്ചു. ഞങ്ങൾക്ക് ലംഘിക്കാനാകാത്ത വിധം ആ പ്രതിജ്ഞ ഞങ്ങളുടെ മേൽ വന്നു. നീ ഒരു ഭക്തിയാകിയാൽ ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ജലസംഭരണികൾ നിറയുന്നതിന് കർത്താവ് മഴ അയക്കും. അങ്ങനെ നമ്മൾ ഇനി തളർന്നു വീഴുകയില്ല. യൂദിത്ത് അവരോട് പറഞ്ഞു, എന്നെ കേൾക്കുവേൻ. തലമുറകളിലൂടെ നമ്മുടെ മക്കളുടെ തലമുറയിലെത്തുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്യാൻ പോകുന്നു. ഇന്നു രാത്രി നിങ്ങൾ നഗര കവാടത്തിങ്കിൽ നിൽക്കുവേൻ. ഞാൻ എൻ്റെ ദാസിയുമായി പുറത്തേക്ക് പോകും. നഗരം ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാമെന്ന് ജനത്തോട് നിങ്ങൾ പറഞ്ഞ ആ ദിവസങ്ങൾക്കുള്ളിൽ കർത്താവ് എൻ്റെ കരത്തിലൂടെ ഇസ്രായേലിനെ സന്ദർശിക്കും. നിങ്ങൾ എൻ്റെ പദ്ധതി എന്തെന്നറിയാൻ ശ്രമിക്കരുത്. ഞാൻ ചെയ്യുന്നത് പൂർത്തിയാക്കപ്പെടുന്നതുവരെ നിങ്ങളോട് ഞാനത് പറയുകയില്ല. ഉസ്സിയായും ഭരണാധിപന്മാരും അവളോട് പറഞ്ഞു, സമാധാനത്തിൽ പോവുക. നമ്മുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യാൻ ദൈവമായ കർത്താവ് നിന്റെ മുൻപിൽ ഉണ്ടായിരിക്കട്ടെ. അവർ കൂടാരത്തിൽ നിന്ന് സ്വസ്ഥാനങ്ങളിലേക്ക് തിരിച്ചുപോയി. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം. ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ യൂദാ രാജാവായ യഹോയാക്കീമിന്റെ പുത്രൻ യക്കോണിയായെയും യൂദയായിലെ പ്രഭുക്കന്മാരെയും ശില്പികളെയും ലോഹപ്പണിക്കാരെയും ജെറുസലേമിൽ നിന്ന് നാടുകടത്തി ബാബിലോണിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കർത്താവ് എന്നെ കാണിച്ചു. ഇതാ, കർത്തൃഭവനത്തിന്റെ മുൻപിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന 2 കുട്ട അത്തിപ്പഴങ്ങൾ. ഒരു കുട്ടയിലെ അത്തിപ്പഴങ്ങൾ ആദ്യമുണ്ടാകുന്ന അത്തിപ്പഴങ്ങൾ പോലെ വളരെ നല്ലതായിരുന്നു. മറ്റേ കുട്ടയിലെ അത്തിപ്പഴങ്ങൾ തിന്നാൻ കൊള്ളാത്ത വിധം വളരെ മോശമായിരുന്നു. കർത്താവ് എന്നോട് ചോദിച്ചു, ജെറമിയ, നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു, അത്തിപ്പഴങ്ങൾ, നല്ല അത്തിപ്പഴങ്ങൾ, വളരെ നല്ലവ. മോശമായവയോ തിന്നാൻ കൊള്ളാത്ത വിധം തീരെ മോശമായവയും. അപ്പോൾ എൻ്റെ നേർക്ക് കർത്താവിൻ്റെ വചനം ഇപ്രകാരമുണ്ടായി: ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ഈ സ്ഥലത്തു നിന്ന് കൽദായരുടെ ദേശത്തേക്ക് ഞാൻ അയച്ച യൂദാ വിപ്രവാസികളെ ഈ നല്ല അത്തിപ്പഴങ്ങൾ പോലെ ഞാൻ അനുഭാവപൂർവം പരിഗണിക്കും. അവരുടെ മേൽ ഞാൻ എൻ്റെ കടാക്ഷം അനുഭാവപൂർവം അയക്കും. ഞാൻ അവരെ ഈ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരും. ഞാൻ അവരെ പണിതുയർത്തും, തകിടം മറിക്കുകയില്ല. ഞാൻ അവരെ നട്ടുപിടിപ്പിക്കും, പിഴുതെറിയുകയില്ല. ഞാനാണ് കർത്താവ് എന്ന് അവർ എന്നെ അറിയുന്നതിന് ഞാൻ അവർക്ക് ഒരു ഹൃദയം നൽകും. അവർ എനിക്ക് ഒരു ജനവും ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും. അങ്ങനെ അവർ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരും. എന്നാൽ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, യൂദാ രാജാവായ സെദക്കിയായെയും അവന്റെ പ്രഭുക്കന്മാരെയും ഈ ദേശത്ത് അവശേഷിക്കുന്ന ജെറുസലേമിലെ ശിഷ്ടഭാഗത്തെയും ഈജിപ്ത് ദേശത്ത് വസിക്കുന്നവരെയും തിന്നാൻ കൊള്ളാത്ത വിധം ചീത്തയായ അത്തിപ്പഴങ്ങൾ പോലെ ഞാൻ ത്യജിച്ചു കളയും. ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഞാൻ അവരെ ഒരു ഭീതിപാത്രം, ഒരു ദുരന്തം ആക്കി തീർക്കും. ഞാൻ അവരെ ചിതറച്ചു വിടാനിരിക്കുന്ന സ്ഥലങ്ങളിൽ അവരെ ഞാൻ നിന്ദയും പഴമൊഴിയും പരിഹാസവും ശാപവാക്യവും ആക്കി തീർക്കും. അവർക്കും അവരുടെ പിതാക്കന്മാർക്കും ഞാൻ നൽകിയ മണ്ണിൽ നിന്ന് അവർ ഇല്ലാതാകുന്നതുവരെ അവർക്കിടയിൽ ഞാൻ വാളും ക്ഷാമവും മഹാമാരിയും അയക്കും. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം. യൂദായിലെ എല്ലാ ജനത്തെയും കുറിച്ച് യൂദാ രാജാവായ ജോസിയായുടെ പുത്രൻ യഹോയാക്കീമിന്റെ വാഴ്ചയുടെ 4-ാം വർഷം ജെറമിയായ്ക്ക് ഉണ്ടായ അരുളപ്പാട്. അത് ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിന്റെ 1-ാം വർഷമായിരുന്നു. യൂദായിലെ എല്ലാ ജനത്തോടും ജെറുസലേം നിവാസികളോടും ജെറമിയ പ്രവാചകൻ പറഞ്ഞു, യൂദാ രാജാവായ ആമോന്റെ പുത്രൻ ജോസിയായുടെ 13-ാം വർഷം മുതൽ ഇന്ന് വരെ 23 വത്സരം എനിക്ക്
കർത്താവിന്റെ വചനം ഉണ്ടായി. ഞാനവ നിങ്ങളോട് പറഞ്ഞെങ്കിലും നിരന്തരം പറഞ്ഞെങ്കിലും നിങ്ങൾ കേട്ടില്ല. കർത്താവ് തന്റെ ദാസന്മാരായ എല്ലാ പ്രവാചകന്മാരെയും ഇടവിടാതെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിട്ടും നിങ്ങൾ അവരെ ശ്രവിച്ചില്ല. കേൾക്കാൻ നിങ്ങൾ ചെവി ചായ്ച്ചതുമില്ല. അവർ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും തന്റെ തെറ്റായ മാർഗത്തിൽ നിന്നും നിങ്ങളുടെ തിന്മ പ്രവൃത്തികളിൽ നിന്നും പിന്തിരിയുകയും നിങ്ങളുടെ പിതാക്കന്മാർക്കും നിങ്ങൾക്കും കർത്താവ് പണ്ട് മുതൽ എന്നേക്കുമായി നൽകുകയും ചെയ്ത ദേശത്ത് വസിക്കുകയും ചെയ്യുവേൻ. അന്യദേവന്മാരുടെ പിറകെ അവയെ സേവിക്കാനും അവയുടെ മുൻപിൽ കുമ്പിടാനും പോകരുത്. ഞാൻ നിങ്ങൾക്ക് തിന്മ വരുത്താതിരിക്കാൻ നിങ്ങളുടെ കരവേല കൊണ്ട് എന്നെ പ്രകോപിപ്പിക്കുകയും അരുത്. എന്നാൽ നിങ്ങൾ എന്നെ ശ്രവിച്ചില്ല. അങ്ങനെ നിങ്ങളുടെ തന്നെ നാശത്തിനായി നിങ്ങളുടെ കരവേല കൊണ്ട് എന്നെ നിങ്ങൾ പ്രകോപിപ്പിച്ചു. കർത്താവിന്റെ അരുളപ്പാട്. അതിനാൽ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, എന്റെ വചനം നിങ്ങൾ കേൾക്കാതിരുന്നതിനാൽ ഞാനിതാ ഉത്തരദേശത്തെ എല്ലാ വംശങ്ങളെയും ആളയച്ച് സ്വീകരിക്കുന്നു. കർത്താവിന്റെ വചനം. ബാബിലോൺ രാജാവായ എന്റെ ദാസൻ നബൂഖദ്നേസറിനു വേണ്ടിയും ഞാൻ ആളയക്കുന്നു. ഞാൻ അവരെ ഈ ദേശത്തിനും ഇതിലെ നിവാസികൾക്കും ചുറ്റുമുള്ള ഈ ജനതകൾക്കുമെല്ലാം എതിരെ കൊണ്ടുവരികയും അവരെ ഉന്മൂലനാശം ചെയ്യുകയും ചെയ്യും. ഞാൻ അവരെ ഒരു ഭീഭത്സ വസ്തുവും പരിഹാസ വിഷയവും നിത്യമായ നാശകൂമ്പാരവുമാക്കും. ഞാൻ അവരിൽ നിന്ന് ആനന്ദാരവവും സന്തോഷധ്വനിയും മണവാളിന്റെ ശബ്ദവും മണവാട്ടിയുടെ സ്വരവും തിരികല്ലിന്റെ ഒച്ചയും വിളക്കിന്റെ വെളിച്ചവും ഇല്ലാതാക്കും. ഈ ദേശമെല്ലാം പാഴ്വസ്തുവും ഭീഭത്സ വസ്തുവുമായി തീരും. ഈ ജനതകൾ ബാബിലോൺ രാജാവിന് 70 വർഷം ദാസ്യവൃത്തി ചെയ്യും. 70 വർഷം പൂർത്തിയാകുമ്പോൾ ബാബിലോൺ രാജാവിനെയും ആ ജനത്തെയും കൽദായ ദേശത്തെയും അവരുടെ അകൃത്യത്തെ പ്രതി ഞാൻ സന്ദർശിക്കും. ഞാൻ അതിനെ ശാശ്വത ശൂന്യതയാക്കി തീർക്കും. കർത്താവിന്റെ അരുളപ്പാട്. അതിനെതിരെ ഞാൻ പറഞ്ഞ എൻ്റെ എല്ലാ വാക്കുകളും സകല ജനത്തെയും കുറിച്ച് ജെറമിയ പ്രവചിച്ച് ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടത് മുഴുവനും ആ രാജ്യത്തിനു മേൽ ഞാൻ വരുത്തും. നിശ്ചയമായും അവർ തന്നെയും അനേകം ജനതകൾക്കും മഹാരാജാക്കന്മാർക്കും ദാസ്യവൃത്തി ചെയ്യും. അവരുടെ പ്രവൃത്തിക്കൊത്തും കരങ്ങളുടെ ചെയ്തിക്കനുസൃതമായും അവർക്ക് ഞാൻ പ്രതിഫലം നൽകും. അതിനാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് എന്നോട് ഇപ്രകാരം അരുൾ ചെയ്തു, എന്റെ ക്രോധത്തിന്റെ വീഞ്ഞു ചഷകം നീ എന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുക. ഞാൻ നിന്നെ ആരുടെ അടുത്തേക്ക് അയക്കുന്നുവോ ആ ജനതകളെയെല്ലാം അത് കുടിപ്പിക്കുക. അവർ കുടിച്ച് ഉന്മത്തരായി ചിത്തഭ്രമമുള്ളവരായി ഭവിക്കും. ഞാൻ അവരുടെ ഇടയിൽ അയക്കുന്ന വാൾ നിമിത്തമാണിത്. ഞാൻ കർത്താവിന്റെ കയ്യിൽ നിന്ന് ആ പാനപാത്രം എടുത്ത് കർത്താവ് എന്നെ ആരുടെ അടുത്തേക്ക് അയച്ചുവോ ആ ജനതകളെയെല്ലാം കുടിപ്പിക്കും. അത് ജെറുസലേമിനും യൂദാ പട്ടണങ്ങൾക്കും അവളുടെ രാജാക്കന്മാർക്കും അവളുടെ പ്രഭുക്കന്മാർക്കുമൊപ്പം താഴെ പറയുന്നവരെ ഇന്നത്തെ പോലെ പാഴ്വസ്തുവും ഭീഭത്സ വസ്തുവും പരിഹാസ വിഷയവും ശാപവാക്യവും ആക്കേണ്ടതിനായിരുന്നു. ഈജിപ്ത് രാജാവായ ഫറവോ, അവന്റെ ദാസന്മാർ, പ്രഭുക്കന്മാർ, അവന്റെ ജനം മുഴുവനും, സകല സങ്കരവർഗവും എന്നിവരും, ഊസ് ദേശത്തിലെ എല്ലാ രാജാക്കന്മാരും, ഫിലിസ്തീൻ രാജ്യത്തിലെ അഷ്കലോൺ, ഗാസ, എക്രോൺ, അഷ്തോദിൽ അവശേഷിച്ചിരുന്നവർ എന്നിവരുടെ എല്ലാ രാജാക്കന്മാരും, ഏദോം, മൊവാബ്, അമ്മോന്യർ എന്നിവരും, ടൈറിലെ എല്ലാ രാജാക്കന്മാരും, സീദോനിലെ എല്ലാ രാജാക്കന്മാരും, സമുദ്രത്തിനക്കരെയുള്ള ദ്വീപിലെ രാജാക്കന്മാരും, ദെദാൻ, തേമ, ബൂസ് എന്നിവരും, ചെന്നിമുണ്ടനം ചെയ്യുന്നവരും, അറേബ്യയിലെ എല്ലാ രാജാക്കന്മാരും, മരുഭൂമിയിൽ വസിക്കുന്ന സങ്കരവർഗത്തിൽപ്പെട്ട രാജാക്കന്മാരും, സിമ്രിയിലെ എല്ലാ രാജാക്കന്മാരും, ഏലാമിലെ എല്ലാ രാജാക്കന്മാരും, മേദിയായിലെ എല്ലാ രാജാക്കന്മാരും, ഒരുവൻ മറ്റൊരുവന്റെ സഹോദരനായിരിക്കുന്ന സമീപസ്ഥരും വിദൂരസ്ഥരുമായി വടക്കുള്ള എല്ലാ രാജാക്കന്മാരും, ഭൂമുഖത്തെ എല്ലാ നാട്ടുരാജ്യങ്ങളും എന്നിവരും. അവർക്കു ശേഷം ശിഷാക്ക് രാജാവും അത് കുടിക്കും. നീ അവരോട് പറയണം, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു,
നിങ്ങൾ കുടിച്ചു മതിച്ച് ഉന്മത്തരാകുവേൻ, ഛർദിച്ചു വീഴുവേൻ. നിങ്ങൾ എഴുന്നേൽക്കുകയില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയക്കുന്ന വാൾ നിമിത്തമാണിത്. അവർ നിന്റെ കയ്യിൽ നിന്ന് ആ പാനപാത്രം കുടിക്കാനായി സ്വീകരിക്കാൻ മടിച്ചാൽ നീ അവരോട് പറയണം, സൈന്യങ്ങളുടെ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു, നിങ്ങൾ കുടിക്കുക തന്നെ ചെയ്യും. എന്തെന്നാൽ ഇതാ, എന്റെ നാമം ഏതിന്റെ മേലാണോ ഉച്ചരിക്കപ്പെട്ടിരിക്കുന്നത്, ആ നഗരത്തിനെതിരെ ഞാൻ അനർത്ഥം വരുത്താൻ തുടങ്ങുന്നു. നിങ്ങൾ നിശേഷം ഒഴിവാക്കപ്പെടുമോ? നിങ്ങൾ ഒഴിവാക്കപ്പെടുകയില്ല. കാരണം ഭൂവാസികൾക്കെതിരെ ഞാൻ വാൾ വിളിച്ചു വരുത്തുന്നു. സൈന്യങ്ങളുടെ കർത്താവിന്റെ അരുളപ്പാട്. നീ ഈ വാക്കുകളെല്ലാം അവരോട് പ്രവചിക്കണം. അവരോട് നീ പറയണം, കർത്താവ് ഉന്നതങ്ങളിൽ നിന്ന് ഗർജിക്കുന്നു, തന്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് സ്വരമുയർത്തുന്നു. തന്റെ വാസസ്ഥലത്തിനെതിരെ അവിടുന്ന് ഗർജിക്കുന്നു. മുന്തിരിച്ചക്ക് ചവിട്ടുന്നവരുടേതുപോലുള്ള അട്ടഹാസം കൊണ്ട് അവിടുന്ന് ദേശവാസികളോട് പ്രത്യുത്തരിക്കുന്നു. ഭൂമിയുടെ അതിർത്തി വരെ അലർച്ച എത്തിയിരിക്കുന്നു. കാരണം ജനതകളുമായ കർത്താവിന് ഒരു വ്യവഹാരമുണ്ട്. സകല ശരീരിക്കുമുള്ള ന്യായവിധിയിൽ അവിടുന്ന് ഏർപ്പെടുന്നു. ദുഷ്ടരെ അവിടുന്ന് വാളിന് വിട്ടുകൊടുക്കുന്നു. കർത്താവിന്റെ അരുളപ്പാട്. സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ഇതാ, ജനതയിൽ നിന്ന് ജനതയിലേക്ക് അനർത്ഥം വ്യാപിക്കുന്നു. ദിഗന്ധങ്ങളിൽ നിന്ന് ഭീകരമായ കൊടുങ്കാറ്റ് ഉണർത്തപ്പെട്ടിരിക്കുന്നു. ആ ദിവസം ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കർത്താവിനാൽ വധിക്കപ്പെട്ടവരുണ്ടായിരിക്കും. അവരെ പ്രതി ആരും വിലപിക്കുകയില്ല. അവർ ഒരുമിച്ച് കൂട്ടപ്പെടുകയില്ല, സംസ്കരിക്കപ്പെടുകയുമില്ല. അവർ ഭൂമുഖത്ത് ചാണകം പോലെ ആയിത്തീരും. ഇടയന്മാരെ മുറവിളി കൂട്ടുവേൻ, അജപാലകരെ ചാരത്തിൽ കിടന്നുരുളുവേൻ. കാരണം നിങ്ങൾ വധിക്കപ്പെടാനുള്ള ദിനങ്ങൾ വന്നെത്തിയിരിക്കുന്നു. നിങ്ങളെ ഞാൻ ചിതറിക്കും. വീണു ചിതറിയ വിശേഷപ്പെട്ട പാത്രം പോലെ നിങ്ങൾ വീണുകിടക്കും. പലായനം ഇടയന്മാർക്ക് അസാധ്യമാകും, രക്ഷപ്പെടൽ അജപാലകർക്കും. ഇടയന്മാരുടെ നിലവിളി സ്വരവും അജപാലകരുടെ വിലാപവും. എന്തെന്നാൽ അവരുടെ മേച്ചിൽ സ്ഥലം കർത്താവ് നശിപ്പിക്കുന്നു. കർത്താവിന്റെ ഉഗ്രകോപം മൂലം ഐശ്വര്യത്തിന്റെ ആലകൾ നശിപ്പിക്കപ്പെടും. അവിടുന്ന് യുവസിംഹത്തെ പോലെ തന്റെ ഒളിയിടം ഉപേക്ഷിച്ചിരിക്കുന്നു. എന്തെന്നാൽ പീഡകന്റെ രൗദ്രത മൂലം അവന്റെ കോപം നിമിത്തവും അവരുടെ ദേശം ശൂന്യമായിരിക്കുന്നു. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 24-ാം അധ്യായം. 5 ദിവസം കഴിഞ്ഞ് പ്രധാന പുരോഹിതനായ അനനിയാസ് ഏതാനും ശ്രേഷ്ഠന്മാരോടും അഭിഭാഷകനായ തെർത്തൂളോസിനോടും കൂടെ അവിടെ എത്തി. അവർ ദേശാധിപതിയുടെ മുൻപാകെ പൗലോസിനെതിരായി പരാതിപ്പെട്ടു. അവനെ വിളിച്ചപ്പോൾ തെർത്തൂളോസ് കുറ്റം ആരോപിക്കാൻ തുടങ്ങി. നീ നിമിത്തം ഞങ്ങൾ വലിയ സമാധാനം അനുഭവിക്കുന്നെന്നും നിന്റെ പരിപാലനത്താൽ ഈ ജനതയ്ക്ക് പരിഷ്കാരങ്ങൾ നടപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്നും ഞങ്ങൾ എല്ലാവിധവും എല്ലായിടത്തും അതിശ്രേഷ്ഠനായ ഫെലിക്സെ നിറഞ്ഞ നന്ദിയോടെ അംഗീകരിക്കുന്നു. നിന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഞങ്ങൾ ചുരുക്കി പറയുന്നത് ക്ഷമാപൂർവം കേൾക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഈ മനുഷ്യൻ ഉപദ്രവകാരിയും ലോകത്തുള്ള സകല യഹൂദരുടെയും ഇടയിൽ പ്രക്ഷോഭമുളവാക്കുന്നവനും നസ്രായ മതപക്ഷത്തിന്റെ നേതാവുമാണെന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു. ദേവാലയം പോലും അശുദ്ധമാക്കാനും ഇവൻ ശ്രമിച്ചു. ഞങ്ങൾ ഇവനെ പിടികൂടി. നീ ഇവനെ വിസ്തരിക്കുന്ന പക്ഷം ഇവനെതിരെ ഞങ്ങൾ ആരോപിക്കുന്ന ഇവയെക്കുറിച്ചെല്ലാം നിനക്ക് തന്നെ അവനിൽ നിന്ന് തീർച്ചപ്പെടുത്താൻ സാധിക്കും. ഇവ അങ്ങനെയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് യഹൂദരും കുറ്റാരോപണത്തിൽ പങ്കുചേർന്നു. സംസാരിക്കാൻ ദേശാധിപതി ആംഗ്യം കാണിച്ചപ്പോൾ പൗലോസ് പറഞ്ഞു, ഏറെ വർഷങ്ങളായി നീ ഈ ജനതയുടെ ന്യായാധിപനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നെക്കുറിച്ചുള്ള കുറ്റാരോപണങ്ങൾക്ക് ഞാൻ സന്തോഷപൂർവ്വം പ്രതിവാദം നടത്തിക്കൊള്ളട്ടെ. നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പോലെ ഞാൻ ജെറുസലേമിൽ ആരാധനയ്ക്ക് പോയിട്ട് 12 ദിവസത്തിൽ അധികമായിട്ടില്ല. ഞാൻ ദേവാലയത്തിലോ സിനഗോഗിലോ നഗരത്തിൽ എവിടെയെങ്കിലുമോ വെച്ച് ആരോടെങ്കിലും തർക്കിക്കുന്നതായോ ജനക്കൂട്ടത്തെ സംഘടിപ്പിക്കുന്നതായോ അവർ കണ്ടിട്ടില്ല. ഇപ്പോൾ എനിക്കെതിരെ അവർ ആരോപിക്കുന്നവ സ്ഥാപിക്കാനും അവർക്ക് സാധിക്കുകയില്ല. എന്നാൽ ഇത് ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. ഒരു മതപക്ഷമെന്ന് അവർ വിളിക്കുന്ന മാർഗമനുസരിച്ച്
നിയമത്തിലും പ്രവാചകന്മാരിലും എഴുതപ്പെട്ടിട്ടുള്ളതെല്ലാം വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. നീതിമാന്മാർക്കും നീതിരഹിതർക്കും ഉദ്ധാനമുണ്ടാകുമെന്ന് എനിക്ക് ദൈവത്തിൽ പ്രത്യാശയുണ്ട്. ഇവരും അത് പ്രതീക്ഷിക്കുന്നു. അതിനാൽ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും നേർക്ക് എല്ലായ്പ്പോഴും നിഷ്കളങ്കമായ മനസ്സാക്ഷി ഉണ്ടായിരിക്കാൻ ഞാൻ പരിശീലിക്കുന്നു. ഏറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വന്നത് എൻ്റെ ജനതയ്ക്ക് ദാനധർമ്മങ്ങൾ എത്തിക്കാനും ബലിവസ്തുക്കൾ സമർപ്പിക്കാനുമാണ്. അവ നിർവഹിക്കുന്നതിനിടയിൽ ശുദ്ധീകരണം കഴിഞ്ഞ് ദേവാലയത്തിലായിരിക്കുമ്പോഴാണ് ഇവർ എന്നെ കണ്ടത്. ജനക്കൂട്ടത്തോടൊപ്പമല്ലായിരുന്നു, ബഹളത്തിലുമല്ലായിരുന്നു. എന്നാൽ അവിടെ ഏഷ്യക്കാരായ ചില യഹൂദർ ഉണ്ടായിരുന്നു. അവർക്ക് എനിക്കെതിരെ എന്തെങ്കിലും പരാതിപ്പെടാനുണ്ടായിരുന്നെങ്കിൽ അവർ നിന്റെ മുൻപിലെത്തി അത് സമർപ്പിക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ആലോചനാ സംഘത്തിന്റെ മുൻപാകെ നിന്നപ്പോൾ എന്തു കുറ്റമാണ് എന്നിൽ കണ്ടതെന്ന് ഈ നിൽക്കുന്നവർ പറയട്ടെ. മരിച്ചവരുടെ ഉദ്ധാനം സംബന്ധിച്ച് ഇന്ന് നിങ്ങൾ എന്നെ വിസ്തരിക്കുന്നുവെന്ന് അവരുടെ ഇടയിൽ നിന്നപ്പോൾ വിളിച്ചു പറഞ്ഞ ശബ്ദമൊഴികെ മറ്റൊരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. മാർഗത്തെക്കുറിച്ച് സൂക്ഷ്മതരമായി അറിയാമായിരുന്ന ഫെലിക്സ് ആകട്ടെ സഹസ്രാധിപനായ ലിസിയാസ് വന്നിട്ട് നിന്റെ കാര്യം തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അവന്റെ വാദം മാറ്റിവെച്ചു. അവനെ തടവിൽ സൂക്ഷിക്കണമെന്നും എന്നാൽ അവന് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണമെന്നും അവനെ ശുശ്രൂഷിക്കുന്നതിൽ നിന്ന് അവന്റെ സ്വന്തക്കാരിൽ ആരെയും തടയരുതെന്നും അവൻ ശതാധിപനോട് കൽപ്പിച്ചു. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് ഫെലിക്സ് യഹൂദയായ ഭാര്യ ദ്രുസില്ലായോടൊപ്പം വന്ന് പൗലോസിനെ വിളിപ്പിച്ച് ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അവനിൽ നിന്ന് കേട്ടു. അവൻ നീതിയെക്കുറിച്ചും ആത്മനിയന്ത്രണത്തെക്കുറിച്ചും വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും ചർച്ച ചെയ്തപ്പോൾ ഫെലിക്സ് ചകിതനായി പറഞ്ഞു, തൽക്കാലം നീ പൊയ്ക്കൊള്ളുക. ഇനിയും എനിക്ക് സന്ദർഭം കിട്ടുമ്പോൾ നിന്നെ വിളിപ്പിക്കാം. അതേസമയം പൗലോസിൽ നിന്ന് കൈക്കൂലി കിട്ടുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. അതിനാൽ പലപ്പോഴും അവൻ പൗലോസിനെ വരുത്തി സംസാരിച്ചിരുന്നു. 2 വർഷം കഴിഞ്ഞ് ഫെലിക്സിന്റെ പിൻഗാമിയായി പോർസിയോസ് ഫേസ്തൂസ് വന്നു. യഹൂദരോട് ആനുകൂല്യം കാണിക്കാൻ ആഗ്രഹിച്ചതിനാൽ ഫെലിക്സ് പൗലോസിനെ തടവുകാരനായി തന്നെ വിട്ടിട്ടുപോയി. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.